ഒരു തുള്ളി കണ്ണുനീർ പിടിച്ചാൽ നീയും അവരോടൊപ്പം ഇതിന് പുറത്ത് കഴിയേണ്ടതായിട്ട് വരും. ഓർമ്മയിരിക്കട്ടെ. ഈ താരകാസുരന്റെ കൊട്ടാരത്തിൽ ദേവനാമോച്ചരിക്കാൻ ധൈര്യപ്പെട്ട അല്പായി സാര്. താരകാസുര ഞാൻ തന്നെ. നാരദരോ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കാലപുരിക്കയക്കുമായിരുന്നു അല്ലേ? സംശയമില്ല. നാരദമുനി, ഇനിമേൽ ഈ താരകാസുരന്റെ നാമമല്ലാതെ മറ്റൊന്നും മൂലകങ്ങളിലും മുഴങ്ങുകയില്ല. മുഴക്കുവാൻ നാം അനുവദിക്കുകയുമില്ല. ഒഴിക്ക്. നിർത്ത്. ബ്രഹ്മാവിന്റെ പുത്രനായതുകൊണ്ട് നാം ക്ഷമിക്കുന്നു. പക്ഷേ നമ്മുടെ ക്ഷമ പരീക്ഷിക്കരുത്. കൊള്ളാം. ഞാൻ അത്രയ്ക്ക് മഠയനാണോ? സാധാരണ വരമാണോ അങ്ങ് സമ്പാദിച്ചത്? ഒരു കൊച്ചുകുട്ടിയുടെ കരം കൊണ്ട് മാത്രമേ മരിക്കാവൂ എന്ന് വരം വാങ്ങിയ അങ്ങയുടെ ബുദ്ധി അപാരം തന്നെ, അപാരം തന്നെ. അങ്ങനെ പറയൂ നാരദരെ. നാരദർക്ക് മാത്രമേ അല്പമെങ്കിലും ബുദ്ധിയുള്ളൂ. അങ്ങയുടെ പിതാവായ ബ്രഹ്മാവിന് പോലും അശേഷം ബുദ്ധിയില്ല. അമിത പരാക്രമിയായ നമ്മെ കൊല്ലാൻ ഏത് കുട്ടിക്ക് കഴിയും? ആർക്കും കഴിയേ. വാസ്തവം, നമ്മുടെ മാതാവായ വരാംഗിയെ പീഡിപ്പിച്ച ദേവേന്ദ്രൻ നാളെ നമ്മുടെ അടിമ, ഇന്ദ്രാണി നമ്മുടെ ദാസി, ഇന്ദ്രഭോഗങ്ങൾ നമുക്ക് സ്വന്തം. ഉർവശി, രംഭ, തിലോത്തമമാർ നാളെ നമ്മുടെ മുന്നിൽ നൃത്തം ചെയ്ത് തളർന്നു വീഴും. ദേവസ്ത്രീകൾ നമുക്ക് വെഞ്ചാമരം വീശും. ഗന്ധർവ കിന്നരാദികൾ നമ്മുടെ സ്തുതിഗീതങ്ങൾ പാടും. ത്രിലോകങ്ങൾക്ക് അധിപനായി അമരജേതാവായി നാം വിരാജിക്കും. നാരദരെ വിരാജിക്കും. എങ്കിലല്ലേ എല്ലാം പൂർത്തിയാകുകയുള്ളൂ. പൂർത്തിയാകും നാരദരെ. നാളെ തന്നെ നമ്മുടെ പ്രതീകാരം പൂർത്തിയാകും. നിശ്ചയം. ഒഴിക്ക്. ഈ പൂക്കൾ കൊണ്ട് മനോഹരമായൊരു മാല കോർത്ത് നീലകണ്ഠൻ അർപ്പിക്കും. മഹർഷി, അതെ, കാമിതം കൈവരുന്നത്. നാരായണ നാരായണ. വസന്ത, വയ്യ. ധ്യാനസ്ഥനായ മഹേശന്റെ മനസ്സിലാക്കുവാൻ മുതിരുന്നത് തെറ്റാണ്. വരൂ, നമുക്ക് പോകാം. ദേവേന്ദ്രൻ നൽകിയ വാക്ക് പാലിക്കുന്നത് പാപം. എന്തൊരു ഏകാഗ്രമായ തപസ്! ഇതിനു മുമ്പിൽ പ്രകൃതി പോലും നിശബ്ദത പാലിക്കുന്നു. വേണ്ട, നമുക്ക് പോകാം. നിൽക്കു പ്രഭു. അതാ സർവാതിശയായ സൗന്ദര്യം സ്ത്രീരൂപത്തിൽ വരുന്നു. നമുക്ക് മറഞ്ഞു നിൽക്കാം. വസന്ത,
പ്രഭു. മഹാഭാഗ്യം. സർവരക്ഷകനായ സാക്ഷാൽ സുബ്രഹ്മണ്യൻ തിരുവവതാരം ചെയ്തു കഴിഞ്ഞു. ദിവ്യ ശിശുക്കളെ പാലൂട്ടിപ്പോയിട്ടു പിന്നവർ നാട്ടിലെ താരക പെൺകൊടികൾ തന്നെ വേണം. കൃത്യകളെ മറ്റാർക്കും ലഭിക്കാത്ത മഹാഭാഗ്യം നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. സമസ്ത ലോകങ്ങളുടെയും പുണ്യപരിഭാഗമായി പിറന്ന ശിവകുമാരനെ പാലൂട്ടുവാൻ പോവിൻ. തേജസ്വികളായ ഈ ശിശുക്കൾ ഏതാണ്? ഇവയുടെ ദർശന മാത്രയിൽ എന്റെ ആത്മാവിൽ ആനന്ദം തിങ്ങി നിറയും. ഈ ശിശുക്കളെ മാറോടണച്ച് ലാളിക്കാൻ എന്റെ കരങ്ങൾ വെമ്പൽ കൊള്ളുന്നു. അതിനെന്താണ് കാരണം? ഈ ശിശുക്കളുടെ മാതാപിതാക്കൾ ആരാണ്? ദേവി, ഈ ശിശുക്കൾ ആരെയാണ് ഉറ്റുനോക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. അവ നമ്മെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണല്ലോ. അതിലെന്താണ് അത്ഭുതം ദേവി? മാതാപിതാക്കളെ മക്കൾ തിരിച്ചറിയേണ്ടതല്ലേ? എന്ത് മാതാപിതാക്കളോ? അതെ. നാമോ? ദേവി, ഷഡ്രൂപം കൈക്കൊണ്ട ശിവശക്തി സംയോഗ ഫലമാണ് ഈ കുമാരൻ. ദേവിക്കിവൻ സ്കന്ദൻ, നമുക്ക് ഗുഹൻ, ഈ കൃത്തികകൾക്ക് കാർത്തികേയൻ, ഗംഗയ്ക്ക് കുമാരൻ, അഗ്നിക്ക് മഹാസേനൻ, ശരവണത്തിൽ പിറന്നതിനാൽ ശരവണൻ. മഹായോഗിയായ ഈ കുമാരന്റെ വീരകൃത്യങ്ങൾ കാണുവാൻ പ്രപഞ്ചം അക്ഷമമായി കാത്തു നിൽക്കുകയാണ്. ദേവി, മടിക്കാതെ മകനെ മാറോടണച്ച് ചൈതന്യാമൃതം പകർന്നു കൊടുക്കൂ. എല്ലാം ശിവമയം ശിവശക്തിമയം കല്ലും കളഭവും കാഞ്ചനവും എല്ലാം ശിവമയം ശിവശക്തിമയം അല്ലും എല്ലാം ശിവമയം ശിവശക്തിമയം കല്ലും കളഭവും കാഞ്ചനവും എല്ലാം ശിവമയം. പലതും അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ. ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങളുടെ ജോലി എന്ത്? സൃഷ്ടികർത്താവാണ് ഞാൻ. ഓഹോ, നിങ്ങളാണല്ലേ സകലരെയും സൃഷ്ടിക്കുന്നത്. കുമാര, പ്രപഞ്ചം മുഴുവൻ എന്റെ സൃഷ്ടിയാണ്. കഷ്ടം. കഷ്ടമോ? നിങ്ങൾ സൃഷ്ടിച്ച പ്രപഞ്ചം കണ്ടാൽ ആർക്കാണ് കഷ്ടം തോന്നാത്തത്? പരമേശ്വരൻ പോലും നമ്മ പരിഹസിച്ചിട്ടില്ല കുമാര. പിതാവൊരിക്കൽ നിങ്ങളുടെ ഒരു ശിരസ് നുള്ളിയെടുത്തതേ ഉള്ളൂ അല്ലേ? അതിരിക്കട്ടെ, നിങ്ങൾക്ക് വേദങ്ങൾ അറിയാമോ? നല്ല ചോദ്യം. വേദവിധാതാവാണ് ഞാൻ. അറിയാമോ ഇല്ലയോ അത് പറയൂ. മുഴുവനും അറിയാം. ശരി, ആരംഭം ഒന്ന് ചൊല്ലൂ. പരീക്ഷിക്കുകയാണോ? അല്ല, പഠിക്കാൻ. എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ഓം. നിർത്തണം. അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം പറയാൻ. ഓം എന്നതിന്റെ അർത്ഥം പറഞ്ഞുകൂടെ? നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിച്ചത്. കൊള്ളാം. എനിക്ക് അറിയാമോ എന്ന് സംശയമോ? എങ്കിൽ പറയൂ. ഓം എന്ന് വെച്ചാൽ പ്രണവം. ചിരിക്കേണ്ട കാര്യമാണോ ഇത്? പിന്നല്ലാതെ. പാവം ബ്രഹ്മാവ്. ബ്രഹ്മദേവൻ കോപിച്ച് കുമാരനെ ശപിച്ചാലോ? കുമാരനെ ശപിക്കുകയോ? ദേവി,
നിന്റെ പുത്രനെ നിനക്ക് ഇനിയും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ആഹാ, ഇതാര്? വൈകുണ്ഠപതിയുടെ വരവ് കൊണ്ട് ഈ കൈലാസം കൂടുതൽ പവിത്രമായി. ഈ അപൂർവ ദർശനത്തിനിടയാക്കിയ കാരണം എന്തായാലും നമുക്കതിനോട് നന്ദിയുണ്ട്. കാരണം കൂടാതെ കൈലാസത്തിൽ വന്നുകൂടി. ഓങ്കാരപ്പൊരുളായ അവിടുന്ന് ആ ആദിമന്ത്രത്തിന്റെ അർത്ഥമറിയാൻ സ്വന്തം പുത്രന്റെ മുൻപിൽ ശിഷ്യഭാവത്തിൽ നിൽക്കുകയോ? നാരദ, നാം ഇപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം അവർണ്യമാണ്. ഓങ്കാരത്തിന്റെ പൊരുൾ നമ്മുടെ പുത്രൻ ശരിയായി ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയണ്ടേ? അതിന് ഇതിനേക്കാൾ പറ്റിയ മാർഗമുണ്ടോ? മാത്രമല്ല, ഏത് മഹാതത്വവും ആരിൽ നിന്നായാലും ശരി അത്യന്തം വിനയത്തോടെ ശിഷ്യഭാവത്തിൽ സ്വീകരിക്കണമെന്ന മാതൃക നാം വേണ്ടേ കാട്ടിക്കൊടുക്കുവാൻ? ദേവദേവ, ഈ മഹാമാതൃക ലോകത്തിന് മാർഗദർശകമായി തീരും. വരും തലമുറ ഇത് വാഴ്ത്തി സ്തുതിക്കും. പിതാവിന് ഉപദേശം ചെയ്ത് ദേവജ്ഞനായ പുത്രൻ, പുത്രനിൽ നിന്നുപോലും വിജ്ഞാനം ശ്രവിക്കാൻ മടിക്കാത്ത വിനയസ്വരൂപനായ പിതാവ്, പുത്രൻ ഉപദേശിച്ചതും പിതാവ് ശ്രവിച്ചതും അതിദിവ്യമായ ഓങ്കാരത്തിന്റെ മാഹാത്മ്യം. ഇത് വിശ്വമെങ്ങും മാറ്റുകൊള്ളും പ്രഭു, വിശ്വമെങ്ങും മാറ്റുകൊള്ളും. നീ എവിടെ പോകുന്നു? അച്ഛന്റെ അടുക്കിലേക്ക്. അരുത്, അച്ഛൻ ദേഷ്യപ്പെടും. എന്നോടോ? എന്നെ അച്ഛൻ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. അത്രയ്ക്ക് ഇഷ്ടമാ. മൂത്ത മകൻ ഞാനല്ലേ, അപ്പോൾ എന്നോടല്ലേ കൂടുതൽ ഇഷ്ടമുണ്ടാവുക? ആഹാ, ആര് പറഞ്ഞു? ഇളയ മകനോടാ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ ഇഷ്ടം. അല്ല കുമാര, വെറുതെ തർക്കിക്കണ്ട. തർക്കിക്കാൻ ഒന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും എന്നോട് തന്നെയാ കൂടുതൽ ഇഷ്ടം. സംശയമുണ്ടെങ്കിൽ പോയി ചോദിക്കാം. എനിക്ക് യാതൊരു സംശയവുമില്ല. കുമാരൻ വേണമെങ്കിൽ പോയി ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാം. അച്ഛാ, എന്നോടല്ലേ കൂടുതൽ ഇഷ്ടം? സംശയമുണ്ട്. അമ്മയ്ക്കോ? നീ അത് പ്രത്യേകം ചോദിക്കണോ കുഞ്ഞി? ഇപ്പോൾ ബോധ്യമായോ? ആയി. എന്താ? എന്നോടാണ് കൂടുതൽ സ്നേഹമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. എന്ത്? മകനെ, മഹാജ്ഞാനിയായ നീ ഇങ്ങനെ പറയാമോ? നിന്റെ മാതാപിതാക്കൾ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്നല്ലേ ഗണപതി തെളിയിച്ചത്? അത് തെറ്റാണ്. ആ മഹാതത്വം അംഗീകരിക്കാൻ നോക്കൂ. മകനെ, തത്വത്തിൻ പൊരുളായ നീ തന്നെ ആലോചിച്ചു നോക്കൂ. മത്സരത്തിൽ പരാജിതനായെന്ന് നീ കരുതുന്നത് എന്ത് മൗഢ്യം! നിന്നിലും മുതിർന്നവനല്ലേ ഗണപതി. ജ്യേഷ്ഠനോട് തോൽക്കുന്നത് അനുജന് അവമാനമാകുമോ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഞങ്ങൾക്ക് ഭേദമുണ്ടോ? ഇല്ല കുഞ്ഞ്, നീ ഒരിക്കലും പരാജിതനല്ല, അവമാനിതനുമല്ല. ശാഠ്യം വെടിഞ്ഞ് കൂടെ വരൂ. ഇല്ല, ഞാൻ വരില്ല. എന്ത്? വരില്ലേ? എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കാനാണോ ഭാവം? അതെ. ഭേഷ്, ദേവസേനാപതിയായി അസുര നിഗ്രഹം ചെയ്യേണ്ട നീ ഈ പണ്ടാരവേഷത്തിൽ പാറപ്പുറത്ത് കഴിഞ്ഞാൽ ഭംഗിയായി. ഗുഹ, ഇന്ദ്രാദി ദേവകൾ നെടുനാളായി അനുഭവിക്കുന്ന നരകയാതനയ്ക്ക് അറുതി വരുത്തുവാനല്ലേ നീ അവതരിച്ചത്? അധർമ്മത്തിന്റെ കഴുത്തറക്കേണ്ടവൻ അഭിമാനത്തിന്റെ പേരിൽ കർത്തവ്യത്തിന് പുറംതിരിഞ്ഞാൽ ധർമ്മത്തിന്റെ ഗതി എന്തായിരിക്കും? ദേവലോകം ദൈത്യന്മാരുടെ മുഷ്ട് അനുഭവിച്ച് മൂകമായി നിലവിളിക്കുന്നത് നീ അറിയുന്നില്ലേ? അമരരക്ഷകനായ നീ ആയുധം ഉപേക്ഷിച്ച് ആന്റിയായി മാറുന്നത് എന്ത് വിഡ്ഢിത്തം! നീ ആരെന്നും നിന്റെ ധർമ്മം എന്തെന്നും ആലോചിക്കൂ. മഹായോഗിയായി നിന്നോട് അത് ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ? മൗഢ്യം മതിയാക്കി കൂടെ വരൂ. സ്വധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറാകും. മടിക്കേണ്ട, വരൂ. നീ പോരാ, ഞാൻ പറഞ്ഞതാ ശരി. നീ വന്ന് തെറ്റ്, ആന തെറ്റ്. നമ്മളെന്താ വെറുതെ വേർപ്പിക്കണം? ഇതാ എല്ലാവരും നവു തെറ്റിരിക്കണല്ലോ. ചോദിച്ച് തക്കം തീർക്കാം. വാ. അമ്മൂമ്മേ, ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഒരു വാക്കിന്റെ അർത്ഥത്തെ പറ്റിയാ. അതിന് ഞാൻ എന്ത് വേണം? അമ്മൂമ്മ ശരിയായ അർത്ഥം പറഞ്ഞായിരുന്നു. വെറും ഒരു വാക്കിന്റെ അർത്ഥം പറഞ്ഞു തരാൻ ഞാൻ വേണോ? നിങ്ങളുടെ വാദ്യാരോടോ മറ്റോ ചോദിച്ചാൽ പോരെ? ഒന്ന് പറഞ്ഞു തരുമോ അമ്മൂമ്മേ? ശല്യപ്പെടുത്താതെ പോവും കുട്ടികളെ. മുരുക, മുത്തശ്ശി, മുത്തശ്ശി. ആരാത്? ഞാൻ തന്നെ. ആര്? എവിടെ ഇരിക്കുന്നു? മുകളിലേക്ക് നോക്കണം മുത്തശ്ശി, എങ്കിലും എന്നെ കാണൂ. നീ ആരപ്പാ? ഞാൻ തന്നെ.
എന്നെ അറിഞ്ഞൂടെ? നീ അത്രയ്ക്ക് പ്രസിദ്ധനാണോ? ആകട്ടെ, എന്നെ വിളിച്ചതെന്തിന്? ഒന്നുമില്ല, കുറച്ച് പഴം വേണം. ശരി, നിന്റെ ആഗ്രഹമല്ലേ, 5-6 താഴോട്ടിട്. ചുട്ട പഴം വേണോ, ചുടാത്ത പഴം വേണോ? മരത്തിലുള്ള പഴത്തിലും ചുട്ടതും ചുടാത്തതുമുണ്ടോ? അറിഞ്ഞൂടെ? ഏത് വേണം പറയൂ. ചുട്ട പഴം തന്നെ ഇട്, കാണട്ടെ. ശരി, ഇതാ. ഊതുന്നത് എന്തിനാ? പഴത്തിന് ചൂടുണ്ടല്ലോ. എന്ത്? ചുട്ടപഴമാണല്ലോ കിട്ടിയത്. കുഞ്ഞേ, കുഞ്ഞേ, നീ ആര്? എല്ലാം അറിയാമെന്ന് അലങ്കരിച്ച എനിക്ക് ഒന്നും അറിയില്ലെന്ന് തെളിയിച്ച നീ ആര്? പറയൂ. എന്നെ മനസ്സിലായില്ലേ? സൂക്ഷിച്ചു നോക്കൂ. ആഹാ, മുരുക, കരുണക്കടലേ, എന്തിനീ പരീക്ഷ? അവിടുത്തെ അടിമയായ ഈ കിഴവിയോട് എന്തിനീ വിനോദം? അവേ, അറിവ് ആർക്കും നിഷേധിക്കാൻ പാടില്ല. അഹങ്കാരം ആർക്കും നല്ലതല്ല. ആഹാ, ജ്ഞാനസ്വരൂപമേ, മാപ്പ്. അവിടുത്തെ മുമ്പിൽ കേവലം അജ്ഞയായ ഈ കിഴവിയുടെ അപരാധം പൊറുക്കേണമേ. ഓം നമോ നാരായണായ. ഓം നമോ ദേവസേനാപതി, 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 ദേവസേനാപതി. ദേവേന്ദ്ര, എന്റെ ജോലി പൂർത്തിയായി. പ്രഭു, ദേവലോകം അവിടുത്തെ തൃക്കയ്യാൽ രക്ഷപ്പെട്ടു. ഈ സംഭവം ലോകാവസാനം വരെ വാഴ്ത്തപ്പെട്ടു. അതെ, ദണ്ഡപാണിയായ അങ്ങ് ജനകോടികളുടെ ആരാധനാമൂർത്തിയായി എന്നുമെന്നും വിളങ്ങും. ശക്തി സ്വരൂപമേ, അവിടത്തെ സ്മരണമാത്രയിൽ മൂഹൻ വാചാലനാകും, അശക്തൻ ശക്തനാകും, നിരാശൻ ആശാപൂർണനാകും. അവിടത്തെ അവതാരങ്ങൾ വർണ്ണിക്കുന്നത് കവികളും ഗായകരും പരസ്പരം മത്സരിക്കും. ഭക്തകോടികൾ അവിടുത്തെ പുണ്യവിഗ്രഹം ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ഉപാസിക്കും. ശക്തിയുടെയും മുക്തിയുടെയും പ്രദായകനായി ദക്ഷിണാവർത്തത്തിലെ ജനകോടികൾ അങ്ങയെ പ്രകീർത്തിക്കും. അവിടുത്തെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പുണ്യക്ഷേത്രങ്ങൾ പുരുഷാന്തരങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളായി ആചന്ദ്രതാരം നിലനിൽക്കും. ശക്തിധര, ശരവണ